ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളൊരു കുട്ടി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മാർച്ച് 8 വുമൻസ് ഡേ. ഞങ്ങളുടെ വക എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലൊക്കെ പോയിട്ട് നല്ല കുളിയൊക്കെ ഒരു പാസ്സാക്കി ഇതാ ഇപ്പോൾ ക്ലാസ്സിൽ വന്നിട്ടുള്ള എന്തിനാന്ന് വെച്ചാൽ ഇന്ന് വുമൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വക വടകര പാർക്ക് ഹോസ്പിറ്റലിൽ ഒരു ചെറിയ സെൽഫ് ഡിഫെൻസ് ക്ലാസ്. സെൻസിന്റെ വൈബ് വീഡിയോ ആരെയും കാണാത്തുണ്ടെങ്കിൽ പോയി കാണുക. എല്ലാവരും പോയി കണ്ടിട്ട് ലൈക്ക് ചെയ്യുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സ്വാച്ചിനെ കാണേ അങ്ങനെ തിരിക്കുക. ഇങ്ങനെ ആക്കാം. സ്വാച്ച് ചെയ്ത് കാണിക്കേ. ഇതിന്റെ അലമ്പയത്ത് അങ്ങനെയല്ല, ഇങ്ങനെ പിടിക്കേ. നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? നല്ല അലമ്പയത്താണ്. അതല്ലേ പറയാ ഇതോ ഇങ്ങനെ വലത്തോട്ട് ചെരിച്ചെഴുതാ. ഞാൻ അങ്ങനെ എഴുതാ, വലത്തോട്ട് ചെരിച്ചിട്ട്. അങ്ങനെ എഴുതാ. ഞാനും നിങ്ങൾ എങ്ങനെ എഴുതൽ? ഞാൻ ഉരുട്ടി എഴുതാ. ഞാൻ ഇങ്ങനെ വലത്തോട്ട് ചിരിച്ചേ. ഈ ടോപ്പിക് എന്താ? ടോപ്പിക് അല്ല. ഇപ്പൊ സമയം ഡിസ്പ്ലേ അടിച്ചു. ഇത് കാണിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ സമയം 11:22 ആയിക്കാളും നമ്മൾ സെൽഫ് ഡിഫെൻസ് ക്ലാസ് വരുന്നത് ഏകദേശം വൈകുന്നേരം 3:30 ആ സമയത്താ. 3 മണി എന്ന് പറഞ്ഞു. പക്ഷെ 3:30 ഒക്കെ ആവും തുടങ്ങിയെന്നാ പറഞ്ഞേ. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ക്ലാസ് ഒക്കെ ഒന്ന് സെറ്റാക്കി പ്രിപ്പയർ ചെയ്ത് നമുക്കൊരു ഓർഡർ ആക്കാം. അപ്പൊ ഓർഡർ ആക്കുന്ന പരിപാടി നീറ്റായിട്ട് എടുത്തിട്ട് വരാം. നീറ്റ് ആൻഡ് ക്ലീൻ. വലിയൊരു സെൽഫ് ഡിഫെൻസ് വലിയ ക്യാമ്പൊന്നുമല്ല എടുക്കുന്നത്. അതായത് എന്നാൽ പെൺകുട്ടികൾക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ്. അതായത് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ബസ്സിലോ അല്ലെങ്കിൽ എന്നാൽ പുറത്തൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റിയ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് അത്രയും എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസ് ആയിരുന്നു ഉണ്ടാവുക. അതെ, അവൾ ഉറങ്ങുകയാണ്. സെൽഫ് ഡിഫെൻസ് ക്ലാസ്സിൽ എന്തൊക്കെ എടുക്കണമെന്ന് സ്വാധീനിച്ച് ഉറങ്ങിക്കൊണ്ട് ആലോചിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വന്ന് നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മളെ ക്ലാസ് എടുക്കാൻ റെഡി ആയിട്ടുള്ള. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോകുന്ന ക്ലാസ് എടുക്കുന്നത്. ഹലോ ഗായ്സ്, നമ്മൾ യാത്ര തിരിച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഇതാണ് നമ്മുടെ പാർക്ക് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ ലൈഫിനെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. എപ്പോഴും സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ പ്രോഗ്രാം അവർക്ക് ഭയങ്കരമായിട്ടൊരു റിലീഫുള്ള കാര്യമായിരിക്കും. അങ്ങനെ പരിപാടി തുടങ്ങി. കേക്ക് കട്ടിങ്ങും ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ശേഷം ഞങ്ങളുടെ സെൽഫ് ഡിഫെൻസിൻ്റെ ക്ലാസ്സും. നല്ല സമയക്കുറവുണ്ടായതുകൊണ്ട് തന്നെ ഒരു സെൽഫ് ഡിഫെൻസ് ട്രെയിനിങ് ഒന്നും അല്ലായിരുന്നു. പകരം സെൽഫ് ഡിഫെൻസിനെ പറ്റിയിട്ട് ഒരു അവബോധം ഉണ്ടാക്കുമായിരുന്നു ചെയ്തിരുന്നത്. ക്ലാസ്സിനെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതാണോ ആലോചിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ സെൽഫ് ഡിഫെൻസ് ക്ലാസ് കഴിഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇതാ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി താഴെ എത്തി. നമ്മള് ഒരു ഫിഷ് അടയൊക്കെ വാങ്ങിയിട്ടുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ട്. അടയൊക്കെ വാങ്ങിക്കഴിഞ്ഞ് അപ്പം നമ്മളെ സെൽഫ് ഡിഫെൻസ് ക്ലാസ് നല്ല അടിപൊളിയേനും. എല്ലാ ഏച്ചിമാരും ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ക്ലാസ് എടുക്കാൻ ഭയങ്കര ഉഷാറായിരുന്നു ക്ലാസ് എടുക്കാൻ. എല്ലാവരും ഞങ്ങൾ നല്ലോണം പരിചയപ്പെട്ടു. വളരെ കുറച്ച് നേരേനുള്ളൂ അല്ലേ? പക്ഷെ അതന്നെ ഒരു സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് നേരേ ഉള്ളേനു. പക്ഷെങ്കിൽ എന്താ ഒരു ബോറടിക്കാണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റി. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും സെൽഫ് ഡിഫെൻസ് ക്ലാസ് വേണമെങ്കിൽ നമ്മളെ ടീം അൾട്ടിമേറ്റ്സ് ആണ് ഇൻസ്റ്റാഗ്രാമിലേക്ക് DM ചെയ്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കാറിൻ്റെ ഉള്ളിലും സഞ്ജിൻ്റെ ഉള്ളിൽ ഫിഷ് അടയുണ്ട്. അപ്പോൾ അത് കഴിക്കണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.